നമ്മുടെ കേരളത്തെ ഏത് രീതിക്കും നയിക്കാൻ ഉതകുന്ന ഒരു നേതാവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്, BJPയെ നയിക്കാൻ സംസ്ഥാനത്തിന്റെ നേതാവായി വരുന്നത് എന്ന് ആദ്യമേ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാലും പിന്നീട് ശോഭാ സുരേന്ദ്രന്റെ പേരും ഇതിൽ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയ ശേഷം വിപുലമായ മാറ്റങ്ങൾക്കാണ് ഇന്ന് ആ പാർട്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നും അതുകൊണ്ട് തന്നെ 2026 തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കീഴ്ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം എന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത വരുന്ന ദിവസങ്ങളിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾ പൂർണ്ണമായും നിയമിതരാകും. അതിനുശേഷം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പരിപാടികൾ, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ ആലോചിക്കുന്നത്. BJPക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ നേതാവായ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം നേരത്തെ കെ മുരളീധരൻ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. അതിനുശേഷം CPMലെ പ്രശാന്ത് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. എന്നാൽ BJPക്ക് വലിയ തോതിൽ വോട്ടുള്ള 35% അധികം വോട്ടുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ മത്സരിച്ച് നിയമസഭയിലെത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് BJPയിൽ നിന്നും ലഭിക്കുന്ന പുതിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, BJPയുടെ തീപ്പൊരി ധീരയായ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നും പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രന് കായംകുളം നിയോജക മണ്ഡലത്തിൽ ഒന്നാമതെത്താൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ആ മണ്ഡലം CPMൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് BJPക്ക്. അതുപോലെ പത്മജ വേണുഗോപാലിനോട് തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകിയതായി BJPയിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ ഉടൻ കണ്ടെത്താനും ആ സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ എന്നുമാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയാണ്. മുരളീധരൻ മത്സരിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മുരളീധരനും ഏതാണ്ട് ഇപ്പോൾ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള 5ഓ 6ഓ മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളോട് തന്നെ നേരിട്ട് മത്സരിക്കാൻ, അല്ലെങ്കിൽ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും മത്സരിക്കാനും വിജയം നേടാനുമുള്ള നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ വീണ്ടും മഞ്ചേശ്വരത്ത് നിന്ന് തന്നെ ജനസമ്മതി നേടും എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്.